വാട്ടർ ചാർജ് വീണ്ടും കുടിശ്ശികയായി. മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് വാട്ടർ അതോറിറ്റി. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സക്കറിയായി ആക്രമിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. തിരുവോണ ദിനത്തിൽ 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ അടക്കം 4 ജില്ലകളിൽ 3 യെല്ലോ അലർട്ട്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് വാട്ടർ അതോറിറ്റി. ജലനിധി കണക്ഷനിലെ വാട്ടർ ചാർജ് കുടിശ്ശിക അടയ്ക്കാത്തത് മൂലമാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. ഓണസമയത്തുണ്ടായ നടപടിയിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഓണാഘോഷങ്ങൾക്കിടെ മാളക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചു. 2025 ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 8,26,00,000 രൂപയാണ് മാള ഗ്രാമപഞ്ചായത്ത് കുടിശ്ശികയായി നൽകാനുള്ളത്. എന്നാൽ 2024 ഏപ്രിൽ മാസം മുതൽ മാസക്കുടിശ്ശികയുടെ 50% അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. ഈ വർഷം ജൂലൈ മാസത്തെ കുടിശ്ശിക തുക 14,17,000 രൂപയോളമാണ്. എന്നാൽ ഇതിന്റെ പകുതി പോലും അടയ്ക്കാതെ വെറും 2.5 ലക്ഷം രൂപ മാത്രമാണ് മാള ഗ്രാമപഞ്ചായത്ത് അടച്ചതെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു. ഓഗസ്റ്റ് 31 വരെ ബാക്കി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് സമയം നൽകിയെങ്കിലും അടയ്ക്കാതെ വന്നതോടെയാണ് വാട്ടർ അതോറിറ്റി മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചത്. 10 വർഷത്തോളമായി LDF ആണ് മാള പഞ്ചായത്ത് ഭരിക്കുന്നത്. ഓണസമയത്ത് പഞ്ചായത്ത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണിതെന്നും എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശിക അടച്ച് ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ പറഞ്ഞു. കഴിഞ്ഞ ഈ 4-5 മാസം മുന്നേ വെള്ളത്തിൻ്റെ പൈസ കൂട്ടി പഞ്ചായത്ത് ഒരു ഉപഭോക്താവിൻ്റെ പൈസ എനിക്ക് തോന്നുന്നു 3 ഇരട്ടിയായിട്ട് പറഞ്ഞു. 70 രൂപയായിരുന്നു 150 രൂപയാക്കി. എന്നിട്ട് പോലും ഈ വാട്ടർ അതോറിറ്റിയുടെ പൈസ അടയ്ക്കാനായിട്ട് മാള പഞ്ചായത്തിന് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ വളരെ വളരെ അധികം അനാസ്ഥ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 8 ചില കോടി രൂപയാണ് മാള പഞ്ചായത്തിൽ കുടിശ്ശികയായിട്ടുള്ളത്. പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, വാട്ടർ അതോറിറ്റി പറയുന്നൊരു കാര്യമുണ്ട്, അവർ തരുന്ന ബില്ലിൻ്റെ പകുതി പൈസയും അടയ്ക്കാനാണ് പറയുന്നത്. ഇപ്പോൾ അവർ തരുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു മാസം 14 ലക്ഷം 15 ലക്ഷം രൂപയുടെ ബില്ല് വരുന്നത്. അതിൻ്റെ പകുതി എമൗണ്ട് ഇതിൻ്റെ പകുതി, അതായത് 7.5 ലക്ഷം രൂപ അടച്ചാൽ പഞ്ചായത്തിലെ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റാമെന്നാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല പഞ്ചായത്തിൽ അത് അടയ്ക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ SLEC എന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഇരുന്ന് പൈസ പിരിക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ആത്മാർത്ഥമായൊരു പ്രവർത്തനം SLECയുടെ ഭാഗത്തുനിന്നില്ല, ജനനിധിയുടെ ഭാഗത്തുനിന്നില്ല, പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഓണമായിട്ട് ഈ മാള പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിരിക്കും. മീഡിയ ടൈം മാള. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സക്കറിയായി ആക്രമിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. ബംഗളൂരുവിൽ ഒളിയിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഷാജൻ സക്കറിയായെ ആക്രമണം നടത്തിയ ദിവസം തന്നെ പ്രതികൾ ബംഗളൂരുവിലേക്ക് കടക്കുകയായിരുന്നു. ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻ സക്കറിയായെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് 5 അംഗ സംഘം ആക്രമിച്ചത്. ഷാജൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു പിന്നിൽ ധാർ ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം. കണ്ടാലറിയാവുന്ന ആളുകളെന്നും CPM പ്രവർത്തകരെന്നും ഷാജൻ സക്കറിയ മൊഴി നൽകിയിരുന്നു. സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത്. ഷാജൻ സക്കറിയായെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഷാജൻ സക്കറിയായെ ആക്രമിക്കുന്നതും ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻ സക്കറിയ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും 5 പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും ഷാജൻ സക്കറിയ പറഞ്ഞു. മീഡിയ ടൈം കൊച്ചി. അന്നമനട വെണ്ണൂർ ബാങ്ക് 10 വർഷമായി മുടങ്ങാതെ തയ്യാറാക്കുന്ന ഓണപ്പൂന്തോട്ടം ഇത്തവണയും ഒരുങ്ങിക്കഴിഞ്ഞു.
നാടൻ പച്ചക്കറികൾ മാത്രമുള്ള ഓണച്ചന്ത വർഷങ്ങളായുള്ള ബാങ്കിന്റെ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനമാണ്. പുറം നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇത് വാങ്ങാൻ മേലടൂരിൽ എത്താറുണ്ട്. വെണ്ണൂർ സഹകരണ ബാങ്കിന്റെ ഓണപ്പൂന്തോട്ടം ഇത്തവണയും ഒരുങ്ങിക്കഴിഞ്ഞു. ചുവപ്പ്, മഞ്ഞ ചെണ്ടുമല്ലിയും ഉണ്ടമല്ലിയും നാട്ടിലെ മനോഹര കാഴ്ചയാണ്. കനത്ത മഴ മൂലം വൈകിയാണെങ്കിലും ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തു. ബാങ്ക് പ്രസിഡന്റ് MB പ്രസാദ് നേതൃത്വം നൽകി. ഓണത്തിനാവശ്യമായ നാടൻ പച്ചക്കറികളും കാഴ്ചക്കുലകളും വിളഞ്ഞു പാകമായി. നാടൻ പച്ചക്കറികൾ മാത്രമുള്ള ഓണച്ചന്ത വർഷങ്ങളായുള്ള ബാങ്കിന്റെ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനമാണ്. നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും നാലുവെട്ടിയും നാട്ടിൽ ഏറെ പ്രിയങ്കരമാണ്. പുറം നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇത് വാങ്ങാൻ മേലടൂരിൽ എത്താറുണ്ട്. ഓണപ്പായസവും മിതമായ നിരക്കിൽ ഓർഡർ പ്രകാരം നൽകി വരുന്നു. നന്മയുടെ നല്ല ഓണത്തിനായി നല്ലത് മാത്രം ഒരുക്കി ബാങ്ക് നാട്ടിൽ സമൃദ്ധി ഒരുക്കുന്നു. ഓണച്ചന്ത കൂടാതെ സാമ്പത്തിക കൈത്താങ്ങായി 7% പലിശ നിരക്കിൽ പ്രത്യേക സ്വർണ്ണ പണയ വായ്പയും ഗൃഹോപകരണ വായ്പയും ബാങ്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അംഗങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി ആവശ്യമായ വായ്പാ സൗകര്യം ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓണം എന്ന കാർഷിക ഉത്സവത്തിന് കളമൊരുക്കുക എന്നതിൽ കാർഷിക ബാങ്കായ വെണ്ണൂർ ബാങ്കിന്റെ പ്രത്യേകം ശ്രദ്ധയുണ്ട്. മണ്ണ് മുതൽ വിപണനം വരെ എന്നതാണ് ബാങ്കിന്റെ പ്രവർത്തന ശൈലിയെന്ന് ഭരണസമിതി പറയുന്നു. മീഡിയ ടൈം, മാള. നാട്ടിൻപുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂവാണ് കൃഷ്ണകിരീടം. ഓണക്കാലം മറുനാടൻ പൂക്കൾ കൈയടക്കുമ്പോൾ മലയാളികൾക്ക് അന്യമാവുകയാണ് കൃഷ്ണകിരീടം എന്ന മനോഹര പുഷ്പം. ചിങ്ങം പിറക്കുമ്പോൾ തന്നെ തൊടികളിൽ സമൃദ്ധമായി കാണപ്പെട്ടിരുന്ന പൂവ് ഇന്ന് അപൂർവമാണ്. ഓണക്കാലം എത്തുന്നതോടെ കൃഷ്ണകിരീടം തല ഉയർത്താൻ തുടങ്ങും. ഇത് പൂവ് മാത്രമല്ല, ഔഷധ ഗുണങ്ങൾ കൂടി അടങ്ങിയ ഒന്നാണ്. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനുമാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, ആറുമാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നു. വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. മാത്രമല്ല നിരവധി ശലഭങ്ങളെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണിത്. പൂത്തു തുടങ്ങിയാൽ 6 മാസത്തോളം നീളും ഇത് പൂർണ്ണമായും വിരിഞ്ഞു തീരുന്നതിന്. അതുകൊണ്ട് തന്നെ കൃഷ്ണകിരീടത്തിന് 6 മാസച്ചെടി എന്ന വിളിപ്പേര് കൂടിയുണ്ട്. ഇതിൻ്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചിയെടുത്താൽ തീപ്പൊള്ളലേറ്റ പാടുകൾ മാറിക്കിട്ടാൻ ഉപകരിക്കുമെന്ന് പഴമക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ദുബായ് ആസ്ഥാനമായുള്ള എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് മാളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് എയർപോർട്ട് കാർഗോ ഡിവിഷൻ ഹെഡ് സുഹൈൽ സയ്യിദ് താരിഫ് സൈഫ് അൽ മരി ഉദ്ഘാടനം നിർവഹിച്ചു. All the very best to Express Group of companies for the Kerala branch, and inshallah, so there will be a better opportunities for collaboration. So we will work together for mutual success for UAE and Kerala, inshallah. ചടങ്ങിൽ ഗ്രൂപ്പ് ചെയർമാൻ സിദ്ദി ഹസൻ, ജനറൽ മാനേജർ അക്ഷയ് ശിവരാജ്, ഇന്ത്യൻ ഓപ്പറേഷൻ ഹെഡ് ദാസ് കൃഷ്ണ എന്നിവർ സന്നിഹിതരായിരുന്നു. എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കേരളത്തിലെ ശാഖ തൃശ്ശൂർ മാളയിൽ തുടങ്ങിയിരിക്കുകയാണ്. ദുബായിൽ 2012 മുതൽ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സർവീസുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് ഫോർമേഷൻ, ടാക്സ് അഡ്വൈസറി, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ലീഗൽ ട്രാൻസ്ലേഷൻ തുടങ്ങി ഒരുപാട് സർവീസുകളും ദുബായിലേക്ക് വേണ്ട, കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർക്കും ഫാമിലി വിസ, ടൂറിസ്റ്റ് വിസ, വിസിറ്റ് വിസ തുടങ്ങിയ എല്ലാവിധ സർവീസുകളും ഞങ്ങൾ ദുബായിൽ ചെയ്യുന്ന അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ശാഖകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ദുബായിലേക്ക് ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എക്സ്പ്രസ് ഗ്രൂപ്പ് പുതിയ ബ്രാഞ്ചിലൂടെ നൽകുന്നു. ബിസിനസ് ഫോർമേഷൻ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, ടാക്സ് അഡ്വൈസറി, വിസിറ്റ് ആൻഡ് എംപ്ലോയ്മെന്റ് വിസ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. കേരളത്തിലെ സംരംഭകർക്കും പ്രവാസികൾക്കും മികച്ച പിന്തുണ നൽകാൻ ബ്രാഞ്ച് പ്രവർത്തനം ലക്ഷ്യമിടുന്നു.
what I'm trying to say that that UAE and Kerala have like huge connection, especially in Dubai. So There is a soul bond Yeah, with soul bond, UAE and the Kerala peoples. Yeah. Most of the nook and corner in UAE is with Malayali peoples. yeah, thousands of people is coming in UAE. Yes, exactly. Yeah. So inshallah, I believe we have a good opportunity. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വർണ്ണോത്സവം ആഘോഷിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ പരിപാടി എന്ന നിലയിൽ തന്നെ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വേദിയായിട്ട് തന്നെയാണ് ഈ വേദി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ തന്നെയാണ് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവേണ്ടത്. സമൂഹവും രക്ഷിതാക്കളും നമ്മുടെ കൊച്ചുമക്കളുമെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്നും അവരുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത് പ്രചോദനമായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് എന്നും സന്തോഷം കൊടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം, നമ്മുടെ സ്വഭാവങ്ങൾ മാറണം, രീതികൾ മാറണം, അത് സമൂഹത്തിൻ്റെ മാറണം, നമ്മുടെ രക്ഷിതാക്കളുടെ മാറണം, തദ്ദേശ ഭരണസമിതി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അതിനെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനീഷ്, AP വിദ്യാധരൻ, VA നദീർ, AN രേണുക തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ചിട്ടയോടുകൂടി തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും ഇവിടെ കൂടുതലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ മേഖലയിലെ ഇവിടുത്തെ ഓണം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി വിവാഹം നിർവഹിച്ച വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, AP വിദ്യാധരൻ, VA നദീർ, കൃഷി ഓഫീസർ MM സാന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 4 വരെയാണ് കർഷക ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊയ്യ പഞ്ചായത്ത് കൃഷിഭവൻ ഓണസമൃദ്ധി കർഷക ചന്ത ആരംഭിച്ചു. കാർഷിക വികസന സമിതി അംഗം CN സുധാർജുനൻ ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 2025 ഓണം നമ്മുടെ അടുത്തു. ഓണത്തിൻ്റെ വിപണന മേളയാണ് ഇന്ന് പൊയ്യ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂടി ചേർന്ന് നടത്തുന്നത്. വളരെയധികം ഭംഗിയോടുകൂടി അടുക്കും ചിട്ടയോടുകൂടി എല്ലാ വർഷവും നമ്മൾ ഓണച്ചന്ത നടത്താറുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിലെ കോമ്പൗണ്ടിൽ വെച്ചാണ് നടത്താറുള്ളത്. ഈ വർഷം നമ്മൾ കുറച്ചുകൂടി വിപുലമായി നമുക്കൊരു കട കിട്ടിയിട്ടുണ്ട്. ഇതിലാണ്
പക്ഷേ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കർഷകരിൽ നിന്ന് അധിക വിലക്കെടുത്ത് ഗുണഭോക്താക്കൾക്ക് കുറച്ച് വിലക്ക് കൊടുത്ത്, അതുപോലെ പച്ചക്കറി തരുന്ന ഗുണഭോക്താക്കൾക്ക് അതിലും 30% കൂട്ടി വില കൊടുത്താണ് അവരെ, അതായത് ഈ കാർഷിക മേഖലയിൽ അവരെ മുൻനിർത്തി കൊണ്ടുവരിക, അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്ത് അംഗം സാബു കൈതാരൻ, ഉണ്ണികൃഷ്ണൻ TA, രാധാകൃഷ്ണൻ, MN അരവിന്ദൻ, സുനിത MK, തോമസ് മാളിയേക്കൽ, കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷത വഹിച്ചു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റുകൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭവനങ്ങളിൽ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ്, സെക്രട്ടറി ജീജ ദേവസി, ട്രഷറർ സാലി പീറ്റർ, കൺവീനർ KS പ്രിയദർശൻ, മെമ്പർമാരായ പീറ്റർ പാറേക്കാട്ട്, ജെയിംസ് മാളിയേക്കൽ, PK ജോസ്, ജോഷി സ്കറിയ, ജോണി ഐനിക്കൽ, ദേവസി കൊടിയൻ, CP ഉദയൻ, ഷീല ജോസ്, ലിറ്റി സ്റ്റാനി, ഷിജി ജോൺ, ആശ ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടികോർപ്പിന്റെ പഴം പച്ചക്കറി വിപണന കേന്ദ്രത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ 4 വരെയാണ് ഓണച്ചന്ത. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ പച്ചക്കറികൾ ഇവിടെ ലഭിക്കും. കൂടാതെ ഹോർട്ടികോർപ്പിന്റെ അമൃത് തേനും വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ TD എലിസബത്ത് അധ്യക്ഷയായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, മധു തുപ്രത്ത്, സജിത നൈജു എന്നിവർ സംസാരിച്ചു. നടപടിക്രമങ്ങൾ പാലിക്കാതെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളുടെ പേരിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വൻ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് LDF ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നഗരസഭാ പ്രതിപക്ഷ ലീഡർ CS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. TP ജോണി, KI അജിതൻ, VJ ജോജി, ജോസ് പൈനാടത്ത്, പോൾ ഡേവിസ്, VI പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട KCYMന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്തുന്ന കേരള നവീകരണ യാത്രയ്ക്ക് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം രൂപത വികാരി ജനറൽ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. KCYM ചെയർമാൻ ഫ്ലെറ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷനായി. KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ആമുഖ പ്രസംഗം നടത്തി. എബിൻ കണിവയലിൽ, ഫാദർ അജോ പുളിക്കൻ, ജെറി പൗലോസ്, ജോൺ ബെന്നി, ജോബിൻ ജോസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വരുന്ന 3 ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സെപ്റ്റംബർ 3 തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 4 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം തിരുവോണ ദിവസമായ സെപ്റ്റംബർ 5 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വാട്ടർ ചാർജ് വീണ്ടും കുടിശ്ശികയായി. മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് വാട്ടർ അതോറിറ്റി. മറുനാടൻ മലയാളി ഉടമയും എഡിറ്ററുമായ ഷാജൻ സക്കറിയായി ആക്രമിച്ച സംഭവത്തിൽ 4 പേർ പിടിയിൽ. പ്രതികൾ പിടിയിലായത് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. തിരുവോണ ദിനത്തിൽ 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ അടക്കം 4 ജില്ലകളിൽ 3 യെല്ലോ അലർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.